അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പേജ് നമ്പർ 14 2 ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് അല്പം കൂടി വ്യത്യസ്തമായ ഒരു ചോദ്യം നോക്കാം. അപ്പോൾ ഇതാണ് ചോദ്യം. When a small vessel was filled and emptied 5 times and a big one 2 times into a bucket, it contains 20 liters. Instead, when this was done twice with a small vessel and thrice with a big, it contained only 90 liters. How much can each vessel hold? അപ്പം എന്താണ് ചോദ്യം? ഇവിടെ രണ്ട് പാത്രങ്ങളുണ്ട് അല്ലേ. ഒരു ചെറിയ പാത്രമുണ്ട്, ഒരു വലിയ പാത്രമുണ്ട്. അപ്പോൾ ഈ ചെറിയ പാത്രത്തിൽ വെള്ളം നിറച്ചുകൊണ്ട് 5 പ്രാവശ്യം വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു. അതുപോലെ തന്നെ ഈ വലിയ പാത്രത്തിൽ വെള്ളം നിറച്ചുകൊണ്ട് 2 തവണയും ഒഴിച്ചു. മനസ്സിലായല്ലോ? അപ്പം ചെറിയ പാത്രത്തിൽ വെള്ളം നിറച്ചുകൊണ്ട് 5 പ്രാവശ്യം ഒഴിച്ചു, വലിയ പാത്രത്തിൽ വെള്ളം നിറച്ചുകൊണ്ട് 2 പ്രാവശ്യം ഒഴിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ മൊത്തം എത്ര ഉണ്ട്? 20 ലിറ്റർ ഉണ്ട് ആ വെള്ളം. മനസ്സിലായല്ലോ? ഇനിയോ ചെറിയ പാത്രത്തിൽ 2 തവണ വെള്ളം എടുത്തു, അതുപോലെ തന്നെ വലിയ പാത്രത്തിൽ 3 തവണ വെള്ളം നിറച്ചുകൊണ്ടും ഒഴിച്ചപ്പോൾ എത്ര ഉണ്ട്? മൊത്തം അത് 19 ലിറ്റർ ആയിരുന്നു. നേരത്തെ കിട്ടിയത് 20 ലിറ്റർ, ഇപ്പോൾ 19 ലിറ്റർ. നമ്മളോട് ചോദ്യം എന്താണ്? ഓരോ പാത്രത്തിലും എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ. രണ്ട് പാത്രങ്ങളാണ്, ഒരു ചെറിയ പാത്രം, ഒരു വലിയ പാത്രം അല്ലേ. അപ്പോൾ നമ്മൾ സാധാരണ പേന, പെൻസിൽ അല്ലെങ്കിൽ ആപ്പിൾ, ഓറഞ്ച് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അന്ന രീതിയിലാണ് നമ്മൾ കണക്ക് ചെയ്തിരുന്നത്. ഇനിയിപ്പോൾ എന്താണ്? ഒരു ചെറിയ പാത്രം, ഒരു വലിയ പാത്രം അല്ലേ. അപ്പോൾ നമുക്ക് ഈ ചെറിയ പാത്രത്തിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് X ആണെന്ന് വിചാരിക്കുക, വലിയ പാത്രത്തിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് Y ആണെന്ന് വിചാരിക്കുക. കപ്പാസിറ്റി ഓഫ് സ്മോൾ വെസൽ. അതായത് ചെറിയ പാത്രത്തിന്റെ കപ്പാസിറ്റി X ആണെന്ന് വിചാരിക്കാം. ഇനി നമുക്ക് കപ്പാസിറ്റി ഓഫ് ബിഗ് വെസൽ അല്ലേ, ഒരു വലിയ പാത്രം ഉണ്ടെന്ന് പറഞ്ഞു. കപ്പാസിറ്റി ഓഫ് ബിഗ് വെസൽ നമുക്ക് Y ആണെന്ന് വിചാരിക്കാം. ഇനി നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും. എന്താണ് ഇവർ പറഞ്ഞിട്ടുള്ളത്? ചെറിയ പാത്രത്തിൽ 5 തവണ വെള്ളം എടുത്തു അല്ലേ. 5 തവണ വെള്ളം എടുത്തു. അതായത് ചെറിയ പാത്രത്തിൽ കൊള്ളുന്ന വെള്ളത്തിന്റെ അളവ് X ആണ്. അപ്പൊ ചെറിയ പാത്രത്തിൽ 5 തവണ വെള്ളം എടുത്തു കഴിഞ്ഞാൽ 5x ആയി അല്ലേ. 5 × x 5x. പിന്നെ എന്ത് ചെയ്തു? വലിയ പാത്രത്തിൽ 2 പ്രാവശ്യം വെള്ളം എടുത്തു അല്ലേ. 2 പ്രാവശ്യം വലിയ പാത്രത്തിൽ വെള്ളം എടുത്തത്. അപ്പോൾ വലിയ പാത്രത്തിൽ കൊള്ളുന്ന അളവ് Y ആണ്. അപ്പോൾ 2y, ഇതാണ് വലിയ പാത്രത്തിൽ കൊള്ളുന്ന വെള്ളത്തിന്റെ അളവ്. ഈ രണ്ടും കൂടി കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 20 ലിറ്റർ കിട്ടി. അപ്പോൾ നമുക്ക് കൂടി ഒരു ഇക്വേഷൻ കിട്ടി. 5x + 2y = 20. അപ്പോൾ അതൊന്നാമത്തെ ഇക്വേഷൻ ആക്കാം നമുക്ക്. ചെറിയ പാത്രം കൊണ്ട് 2 തവണ എടുത്തു, പിന്നെ അടുത്ത പ്രാവശ്യം അല്ലേ. ചെറിയ പാത്രത്തിൽ 2 തവണ വെള്ളം എടുത്തു. അപ്പോൾ 2 പ്രാവശ്യം ചെറിയ പാത്രത്തിൽ 2 × x പ്ലസ് പിന്നെ വലിയ പാത്രത്തിൽ എത്ര പ്രാവശ്യം എടുത്തു? 3 തവണ അല്ലേ. അപ്പൊ 3y. അപ്പൊ എത്ര ഉണ്ടായിരുന്നു മൊത്തം വെള്ളം? 19 ലിറ്റർ ഉണ്ടായിരുന്നു വെള്ളം. മനസ്സിലായല്ലോ? അപ്പൊ 2x + 3y = 19. ഇത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പൊ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ എന്ത് വേണം? ഒന്നുകിൽ നമുക്ക് എക്സിനെ ഒഴിവാക്കണം, അല്ലെങ്കിൽ നമുക്ക് വൈയെ ഒഴിവാക്കണം, വേണ്ടേ? അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് എക്സിനെ ഒഴിവാക്കണമെങ്കിൽ നാം എന്ത് വേണം? എക്സിന്റെ കോഎഫിഷ്യന്റ് സെയിം ആയിരിക്കണം അല്ലേ. അപ്പൊ ഇവിടെ 5, ഇവിടെ 2 ഒഴിവാക്കാൻ പറ്റില്ല. വൈയെ ഒഴിവാക്കാൻ പറ്റുമോ? ഇവിടെ 2 3, വൈയെയും ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഏതെങ്കിലും ഒരു എക്സിന്റെ കോഎഫിഷ്യന്റ് മറ്റേ കോഎഫിഷ്യന്റ് രൂപത്തിലേക്ക് ആക്കി അല്ലേ. ഇവിടെ അത് പറ്റുമോ? നോക്കിയേ, ഇവിടെ 5 ആണ്, ഇവിടെ 2 ആണ് അല്ലേ. 2നെ നമുക്ക് 5 ആക്കണമെങ്കിൽ ഏതുകൊണ്ട് ഗുണിച്ചാൽ 5 ആവുള്ളൂ? 1 കൊണ്ട് ഗുണിച്ചാലും 2 കൊണ്ട് ഗുണിച്ചാലും 3 കൊണ്ട് ഗുണിച്ചാലും 5 ആവില്ല അല്ലേ. 2നെ 2.5 കൊണ്ട് ഗുണിച്ചാലേ നമുക്ക് 5 കിട്ടുള്ളൂ അല്ലേ. അതായത് അവിടെ എന്ത് വരുന്നുണ്ട്? ഒരു ഫ്രാക്ഷൻ വരുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഈ ഫ്രാക്ഷൻ ഒഴിവാക്കി നമുക്ക് ഇതെങ്ങനെയും ചെയ്യാൻ പറ്റുമോ? ഇവിടെ നമുക്ക് 4 ആയിരുന്നുവെങ്കിൽ 2 കൊണ്ട് ഗുണിച്ചാൽ മതിയായിരുന്നു അല്ലേ. ഇവിടെ 6 ആയിരുന്നുവെങ്കിൽ ഇതിനെ 3 കൊണ്ട് ഗുണിച്ചാൽ 3 × 2 6 കിട്ടിയാനെ. പക്ഷെ ഇവിടെ 5 ആണ്, അപ്പൊ നമുക്ക് 2.5 കൊണ്ട് ഗുണിക്കേണ്ടി വരും. അപ്പൊ അതല്ലാതെ നമുക്ക് ഇവർ 2 പേരെയും സെയിം ആക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഇവിടെ നോക്കിയേ, ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് 5 ആണ് അല്ലേ. ഇവിടെ 5x. ഇവിടെ അടുത്ത എക്സിന്റെ കോഎഫിഷ്യന്റ് 2 ആണ്. അപ്പൊ നമുക്ക് ഇവർ രണ്ടാളും സെയിം ആക്കണം. അപ്പൊ അതിനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ഇവിടെ 5 ആണ്, ഇവിടെ 2 ആണ് അല്ലേ. അപ്പൊ ആദ്യം ശ്രദ്ധിക്കുക, ആദ്യത്തെ ഇക്വേഷനെ നാം ഇതിന്റെ അടിയിൽ ഏതാണോ കിടക്കുന്നത് അതുകൊണ്ട് അങ്ങോട്ട് ഗുണിക്കുക. അടിയിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് 2 അല്ലേ. അപ്പൊ 2 കൊണ്ട് ആദ്യത്തെ ഇക്വേഷൻ അങ്ങോട്ട് ഗുണിക്കുക. ഇക്വേഷൻ 1നെ നാം 2 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ ഇക്വേഷൻ 1നെ നാം 2 കൊണ്ട് ഗുണിക്കുന്നു. ഏതാണ് 2? ഈ 2. മനസ്സിലായല്ലോ? അപ്പൊ ഇതെന്ത് വരും? 2 × 5x 10x
പ്ലസ് 2 ഇൻറ്റു 2y 4y സീക്വൽ ടു 2 ഇൻറ്റു 20 40 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് മറ്റൊരു ഇക്വേഷൻ കിട്ടി, ഇക്വേഷൻ നമ്പർ 3. നമ്മൾ തിരിച്ചെന്ത് ചെയ്യണം? ഇപ്പോൾ നമ്മൾ ഇതിനെ ഈ ഇക്വേഷൻ നമ്മൾ 2 കൊണ്ട് ഗുണിച്ചു അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷനെ, അതായത് രണ്ടാമത്തെ ഇക്വേഷൻ എന്ത് ചെയ്യണം? ഇതുകൊണ്ട് ഗുണിക്കണം. മനസ്സിലായോ? അതായത് ആദ്യം നമ്മൾ ഇതിനെ 2 കൊണ്ട് ഗുണിച്ചു, ഇനി ഇതിനെ നമ്മൾ ഈ 5 കൊണ്ട് ഗുണിക്കുക, അതായത് പരസ്പരം ഗുണിക്കുക. അപ്പോൾ നമ്മൾ 5 കൊണ്ട് ഗുണിച്ച് എന്ത് വരും? ഇവിടെ 5 ഇൻറ്റു 2x 10x പ്ലസ് 5 ഇൻറ്റു 3y 15y സീക്വൽ ടു 5 ഇൻറ്റു 19 95. അപ്പോൾ ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 4 കിട്ടി. നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യാലോ. ഇവിടെ 10x ഇവിടെയും 10x അല്ലേ. അപ്പോൾ എന്ത് വേണം? ഒരേ ചിഹ്നങ്ങളാണ്, അതുകൊണ്ട് നമുക്ക് മൈനസ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ 3-ൽ നിന്ന് ഇക്വേഷൻ 4-നെ മൈനസ് ചെയ്യുന്നു. അപ്പോൾ 10x മൈനസ് 10x പോയി, 0 ആയിപ്പോയി. 4 മൈനസ് 15 അല്ല. അപ്പോൾ എത്ര വരും? മൈനസ് 11. അവിടെ ശ്രദ്ധിക്കുക, മൈനസ് 11y സീക്വൽ ടു 40 മൈനസ് 95 എത്ര വരും? 40 മൈനസ് 95 ആണ്, അതായത് 55, നെഗറ്റീവ് 55. അതല്ലെങ്കിൽ നമ്മൾ മുമ്പ് ചെയ്യാറുള്ള പോലെ തന്നെ എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ ഇതിൽ നിന്ന് ഇതാണ് കുറച്ചത്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇത് കുറക്കുക, ഇതൊന്നും കൂടി അടിയിലേക്ക് എടുത്തെഴുതിയതിനു ശേഷം അപ്പോൾ നമുക്ക് ഈ ചിഹ്നത്തിന്റെ പ്രശ്നം ഉദിക്കില്ല. നമുക്ക് ഏതിൽ നിന്ന് ഏത് വേണമെങ്കിലും കുറയ്ക്കാം, നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങോട്ട് എടുത്തെഴുതാം, എന്നിട്ട് ഇതിൽ നിന്ന് ഇത് കുറച്ചാലും മതി. അപ്പോൾ ഈ മൈനസിന്റെ വിഷയം അവിടെ ഉദിക്കുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നെഗറ്റീവ് 11y ഈക്വൽ ടു നെഗറ്റീവ് 55. അങ്ങനെയാണെങ്കിൽ y ഈക്വൽ ടു നെഗറ്റീവ് 55 ബൈ നെഗറ്റീവ് 11 ഈക്വൽ ടു 5. നെഗറ്റീവ് ബൈ നെഗറ്റീവ് പോസിറ്റീവ്, ഇവിടെ y ഈക്വൽ ടു 5. അപ്പോൾ y യുടെ വില നമുക്ക് കിട്ടി 5. ഇനി y യുടെ വില നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ അങ്ങോട്ട് കൊടുത്തു. 5x പ്ലസ് 2y ഈക്വൽ ടു 20. y യുടെ വില 5 ആണ്. 5x പ്ലസ് 2 ഇൻറ്റു 5 ഈക്വൽ ടു 20. അപ്പോൾ 5x പ്ലസ് 10 ഈക്വൽ ടു 20. അപ്പോൾ 5x എത്ര വരും? 5x ഈക്വൽ ടു 20. ഈ പ്ലസ് 10 അങ്ങോട്ട് മുമ്പേ മൈനസ് 10 ഈക്വൽ ടു 10. അപ്പോൾ എക്സിൻ്റെ വില എത്ര വരും? എക്സ് ഈക്വൽ ടു 10 ബൈ 5 ഈക്വൽ ടു 2. അപ്പോൾ നമുക്കിവിടെ 5 ലിറ്റർ ആണ് നമ്മുടെ വലിയ പാത്രത്തിൻ്റെ അളവ്. 5 ലിറ്റർ, ചെറിയ പാത്രത്തിൻ്റെ അളവ് 2 ലിറ്റർ. ഇനി നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് 15-ലെ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ദി പ്രൈസ് ഓഫ് 2 kilograms ഓഫ് ഓറഞ്ച് ആൻഡ് 3 kilograms ഓഫ് ആപ്പിൾ ഈസ് 520 rupees. ദി പ്രൈസ് ഓഫ് 3 kilogram ഓഫ് ഓറഞ്ച് ആൻഡ് 2 kilograms ഓഫ് ആപ്പിൾ ഈസ് 480 rupees. വാട്ട് ഈസ് ദി പ്രൈസ് ഓഫ് ഈച്ച്? അതായത് എന്താണ്? 2 കിലോഗ്രാം ഓറഞ്ചിൻ്റെയും 3 കിലോഗ്രാം ആപ്പിളിനും കൂടി എത്ര കൊടുത്തു? 520 രൂപ കൊടുത്തു. 3 കിലോഗ്രാം ഓറഞ്ചിനും 2 കിലോഗ്രാം ആപ്പിളിനും കൂടിയിട്ട് 450 രൂപ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ 1 കിലോഗ്രാം ഓറഞ്ചിൻ്റെ വില എത്ര? 1 കിലോഗ്രാം ആപ്പിളിൻ്റെ വില എത്ര? അപ്പോൾ ഇത് നമുക്ക് ഇക്വേഷൻ ഒക്കെ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം എഴുതാം. പ്രൈസ് ഓഫ് 1 കിലോഗ്രാം ഓറഞ്ച് അല്ലേ. പ്രൈസ് ഓഫ് 1 kg ഓറഞ്ച്, അതിനെ നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് ആണെന്ന് വിചാരിക്കാം. ഇനിയോ പ്രൈസ് ഓഫ് 1 kg ആപ്പിൾ, അത് നമുക്ക് y ആണെന്ന് വിചാരിക്കാം. ഇനി നമുക്ക് ഇക്വേഷൻ എളുപ്പത്തിൽ എഴുതാലോ. 2 കിലോഗ്രാം ഓറഞ്ചിനും, അപ്പോൾ 2 കിലോഗ്രാം ഓറഞ്ച്, അപ്പോൾ 2x പ്ലസ് പിന്നെ എത്രയാണ്? 3 കിലോഗ്രാം ആപ്പിൾ, ആപ്പിളിൻ്റെ വില y ആണ്. അങ്ങനെയാണെങ്കിൽ 3 കിലോഗ്രാം ആപ്പിളിന് 3y രൂപ കൊടുത്തു. 520 രൂപ കൊടുത്തു. ഇനിയോ 3 കിലോഗ്രാം ഓറഞ്ച്, അപ്പോൾ 3 കിലോഗ്രാം ഓറഞ്ചിന് x 3x പ്ലസ് 2 കിലോഗ്രാം ആപ്പിൾ അല്ലേ. അപ്പോൾ 2 ഇൻറ്റു ആപ്പിളിൻ്റെ വില y ആണ്. അപ്പോൾ 2y സീക്വൽ ടു എത്ര രൂപ കൊടുത്തു? 480 രൂപ കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ 2 ഇക്വേഷൻ കിട്ടി. 2x പ്ലസ് 3y സീക്വൽ ടു 520, 3x പ്ലസ് 2y സീക്വൽ ടു 480. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കൊണ്ട് നോക്കിയേ ഇല്ലേ. നേരത്തെ പ്രോബ്ലം എന്താ ചെയ്തത്? ഇവിടെ നമ്മൾ ഈക്വൽ ആണെന്ന് നോക്കണം അല്ലേ. കോഎഫിഷ്യന്റ് ഗുണിതം ഇവിടെ എക്സിൻ്റെ ഗുണിതം വ്യത്യാസമുണ്ട്, വൈയുടെയും ഗുണിതം വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് 2 ആൾ ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് വേണം? നമ്മൾ
ഇപ്പൊ നമുക്ക് നോക്കിയാൽ 2നെ 3 ആക്കാൻ പറ്റുമോ? പറ്റില്ല. 1.5 കൊണ്ട് ഗുണിക്കണം അല്ലേ? അവിടെ ഫ്രാക്ഷൻ വരും. അപ്പൊ നമുക്ക് അതും ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം നമ്മൾ? നാം പറഞ്ഞ ഈ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത അതേ കാര്യം ഇവിടെ നമ്മൾ ചെയ്യാം. എന്ത് ചെയ്യണം? ഒന്നാമത്തെ ഇക്വേഷനെ എന്തുകൊണ്ട് ഗുണിക്കണം? ഇവിടെ 2x + 3y അല്ലേ? അപ്പൊ ഇവിടെ അടിയിലെത്തേണ്ട എക്സിന്റെ കോഎഫിഷ്യന്റ് ഏതാണോ അതുകൊണ്ട് ഗുണിക്കുക. അപ്പൊ ഇക്വേഷൻ 1നെ നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കുന്നു? 3 കൊണ്ട് ഗുണിക്കുന്നു. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ നമുക്ക് 3 കൊണ്ട് ഇതിനങ്ങോട്ട് ഗുണിക്കാം. 3 × 2x 6x പ്ലസ് 3 × 3y 9y സീക്വൽ ടു 3 × 520. ഒന്ന് ഗുണിച്ചു നോക്കിയാൽ 1560. അപ്പൊ 6x പ്ലസ് 9y സീക്വൽ ടു 1560 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് കഴിഞ്ഞിട്ടില്ല. ഇനി എന്ത് ചെയ്യണം? നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനെ ഈ ഇക്വേഷൻ ഏതുകൊണ്ട് ഗുണിക്കണം? മുകളിലുള്ള എക്സിന്റെ കോഎഫിഷ്യന്റ് കൊണ്ട് ഗുണിക്കണം. 2 കൊണ്ട് ഗുണിക്കണം. അപ്പൊ ഇൻറ്റു 2. 2 × 3x 6x പ്ലസ് 2 × 2y 4y സീക്വൽ ടു 2 × 450 960. അപ്പൊ നമുക്കിവിടെ 2 ഇക്വേഷൻ കിട്ടി. ഇവിടെ തോന്നുന്നു എക്സിന്റെ കോഎഫിഷ്യന്റ് ഇപ്പൊ സെയിം ആയി അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നാം ഇതുകൊണ്ട് ഇതിനെ ഗുണിച്ചു, ഇതിനെ ഗുണിച്ചത്. ഈ ഇക്വേഷനാണ് ഗുണിച്ചത്. അപ്പൊ നമുക്ക് ഈ കിട്ടിയ ഇക്വേഷൻ ഇതിനെ നമുക്ക് 2 3 ഇത് ഇക്വേഷൻ 4. അപ്പൊ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. 6x + 9y = 1560, 6x + 4y = 960 അല്ലേ? ഇപ്പൊ ഇവിടെ നോക്കിയാൽ ഇവിടെ രണ്ടും സെയിം ആണ്. അപ്പൊ എന്ത് വേണം? സെയിം ആണെങ്കിൽ ചിഹ്നം നോക്കാം. ചിഹ്നം ഒരേ ചിഹ്നമാണ്, അതുകൊണ്ട് മൈനസ് അല്ലേ? അപ്പോൾ ഓക്കെ, മൈനസ് ചെയ്തോ. ഇക്വേഷൻ 3ൽ നിന്ന് ഇക്വേഷൻ 4നെ നമ്മൾ മൈനസ് ചെയ്യുന്നു. അപ്പോൾ 6x 0 ആയി പോയി. 9y നിന്ന് 4y കുറച്ച് കഴിഞ്ഞാൽ 5y സീക്വൽ ടു 1560 മൈനസ് 960 600. അപ്പോൾ 5y = 600. അങ്ങനെയാണെങ്കിൽ y = 600/5 = 120 അല്ലേ? 120. അപ്പോൾ നമുക്ക് y കിട്ടി. അതായത് പ്രൈസ് ഓഫ് ആപ്പിൾ 1 കിലോഗ്രാം ആപ്പിളിൻ്റെ വില കിട്ടി 120. ഇനി നമുക്ക് ഓറഞ്ചിൻ്റെ വില കണ്ടുപിടിക്കണം. അപ്പോൾ ഇക്വേഷൻ കൊടുക്കാം. ആദ്യത്തെ ഇക്വേഷൻ എന്ന് എഴുതിയേ 2x + 3y = 520. ഇനി അതിൽ നമ്മൾ ഈ വൈയുടെ വില കൂടെ കൊടുത്തോ. 2x + 3 × y 120 = 520. അതായത് 2x + 120 × 3 360 അല്ലേ? 360 = 520 ആണെങ്കിൽ 2xന്റെ വില എത്രയായിരിക്കും? 520. ഈ 360 അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 360. 360 എത്രയാണ്? 160. അങ്ങനെയാണെങ്കിൽ x = 160/2 അല്ലേ? 2 = 80 രൂപ. അപ്പോൾ എക്സിൻ്റെ വില, അതായത് 1 കിലോഗ്രാം ഓറഞ്ചിൻ്റെ വില 80 രൂപ, ആപ്പിളിൻ്റെ വില 1 കിലോഗ്രാം ആപ്പിളിൻ്റെ വില 120 രൂപയും. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ഇതെന്താണ്? 1 മീറ്റർ നീളമുള്ള ഒരു കമ്പി, ആ കമ്പി 2 ആയിട്ട് മുറിക്കുന്നു. മുറിച്ചിട്ട് ഒരു കഷ്ണം കൊണ്ട് ഒരു സ്ക്വയർ ഉണ്ടാക്കുന്നു. രണ്ടാമത്തെ കഷ്ണം കൊണ്ട് ഒരു ഈക്വലേറ്റർ ട്രയാങ്കിൾ സമഭുജ ത്രികോണവും ഉണ്ടാക്കുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പി. ഈ കമ്പി ഇതേ ടൈപ്പ് പ്രോബ്ലം നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, ഓർമ്മയുണ്ടല്ലോ? ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പി. ഈ കമ്പി മുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്നുകൊണ്ട് ഒരു സ്ക്വയർ ഉണ്ടാക്കി, അടുത്ത കഷ്ണം കൊണ്ട് നമ്മൾ ഒരു സമഭുജ ത്രികോണം ഉണ്ടാക്കി. ഇതിൻ്റെ ഒരു സൈഡിൻ്റെ നീളത്തിൻ്റെ 3 മടങ്ങും ഇതിൻ്റെ ഈ നീളത്തിൻ്റെ 2 മടങ്ങും തമ്മിൽ കൂട്ടിയപ്പോൾ നമുക്ക് 71 സെൻറ്റിമീറ്റർ കിട്ടി. അങ്ങനെയാണെങ്കിൽ എത്ര നീളത്തിലായിരിക്കും കമ്പി മുറിച്ചിട്ടുണ്ടാവുക? ഇവിടെ നമുക്ക് 1 മീറ്റർ നീളമുള്ള കമ്പിയാണ് അല്ലേ? പിന്നെ ഇവർ പറഞ്ഞിട്ടുള്ളത് മുഴുവൻ സെൻറ്റിമീറ്ററിലാണ് അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്ത് ചെയ്യണം? ഇത് 1 മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് സെൻറ്റിമീറ്റർ, ഇതും നമുക്ക് സെൻറ്റിമീറ്ററിലാക്കാം. അതായത് 100 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് സെൻറ്റിമീറ്ററിലാക്കി നമ്മൾ ഇങ്ങോട്ട് നോക്കിയാൽ ഈ പീസ് കൊണ്ടാണ് നാം ഈ സ്ക്വയർ ഉണ്ടാക്കിയത് അല്ലേ? ആണ്. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഒരു വശം എക്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 4 വശവും എക്സ് തന്നെയായിരിക്കും അല്ലേ? സമചതുരാണ്, അതുകൊണ്ട് 4 വശവും എക്സ് തന്നെയായിരിക്കും. ഇതിൻ്റെ ഒരു വശം വൈ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 3 വശവും വൈ തന്നെ ആയിരിക്കും. സ്ക്വയറിൻ്റെ ഒരു വശത്തിൻ്റെ നീളം, ലെങ്ത് ഓഫ്
എക്സ് ആണെന്ന് വിചാരിക്കുക. ഈ വശത്തിൻ്റെ നീളം എക്സ് ആണെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് ഈ വശത്തിൻ്റെ നീളം ഓഫ് ദി ഈക്വലേറ്റർ ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ ലെങ്ത് ഓഫ് ദി ഈക്വലേറ്റർ ട്രയാങ്കിൾ അത് സമഭുജ ത്രികോണത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം നാം y ആയിട്ടും എടുത്തു. ഇനി ഈ 4 വശവും കൂടി കൂട്ടിയാൽ കിട്ടുന്ന നീളമാണ് ഇത്രയും നീളം അല്ലേ. അതായത് ഈ കമ്പി മുറിച്ചിട്ടാണ് നമ്മൾ ഇത്രയും ഉണ്ടാക്കിയത്. മനസ്സിലായല്ലോ. അതായത് ഈ ചതുരത്തിൻ്റെ പെരിമീറ്റർ ആണിത്. പെരിമീറ്റർ ചുറ്റളവ് അല്ലേ. അതായത് ഇതിൻ്റെ പെരിമീറ്റർ എന്ത് വരും? ചുറ്റളവ് എത്ര വരും? 4x അല്ലേ. അതായത് ഇവിടെ നിന്ന് ഈ ഇത്ര ഭാഗത്തിൻ്റെ നീളം എത്രയാണ്? 4x ആണ്. മനസ്സിലായല്ലോ. ഇത്രയും ഭാഗത്തിൻ്റെ നീളം 4x. ഇനി ഈ ഭാഗം കൊണ്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. അപ്പം ഈ നീളം എത്രയാണ്? ഇതിൻ്റെ പെരിമീറ്റർ അതായത് 3y അല്ലേ. 3y. അപ്പം ഇതിൻ്റെ പെരിമീറ്റർ എന്ത് വരും? സമഭുജ ത്രികോണത്തിൻ്റെ പെരിമീറ്റർ 3y അല്ലേ. അപ്പം ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള നീളം എത്രയായിരിക്കും? 3y. അതായത് ഈ 4xും 3yയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 100 കിട്ടണം അല്ലേ. അതായത് മൊത്തം 100 അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായ വരെ കമ്പി എത്രയാണ്? 4x ആണ് അല്ലേ. ഇതിനാവശ്യമായ കമ്പി എത്രയാണ്? 3y ആണ് അല്ലേ. അപ്പോൾ രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 100 കിട്ടണം. അപ്പോൾ നമുക്ക് എഴുതാം 4x പ്ലസ് 3y = 100. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഇനി നമ്മുടെ ചോദ്യത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ വശത്തിൻ്റെ 3 ഇരട്ടിയും അല്ല 3 മടങ്ങും ഇതിൻ്റെ വശത്തിൻ്റെ 2 മടങ്ങും തമ്മിൽ കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 71 കിട്ടി. അതായത് ഈ വശത്തിൻ്റെ അപ്പം എക്സിൻ്റെ 3 മടങ്ങ് അതായത് 3x പ്ലസ് ഇതിൻ്റെ ഈ വശത്തിൻ്റെ y ആണ് ഇതിൻ്റെ അളവ്, അതിൻ്റെ 2 മടങ്ങ് അതായത് 2y. ഇത് കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 71 കിട്ടി. അത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2. ഇപ്പം നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് ഈസിയായിട്ട് ചെയ്യാമല്ലോ. ഇനി നമുക്കറിയാം എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാം അല്ലേ. ഇവിടെ നോക്കാം, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് നോക്കാം, നമുക്ക് ഇവരെ ഒഴിവാക്കാൻ പറ്റില്ല. വൈനെ നോക്കാം, വൈനെയും ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യത്തെ ഇക്വേഷനെ ഒന്നാമത്തെ ഇക്വേഷൻ ഏതുകൊണ്ട് ഗുണിക്കണം? രണ്ടാമത്തെ ഇക്വേഷനിലെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഏതാണ് അതുകൊണ്ട് ഗുണിക്കുക അല്ലേ. അപ്പോൾ 3 കൊണ്ട് ഗുണിക്കണം ഇതിനെ. അപ്പോൾ 1 ഇൻറ്റു ഒന്നാമത്തെ ഇക്വേഷൻ ഇൻറ്റു 3. അപ്പോൾ 3 ഇൻറ്റു 4 12x പ്ലസ് 3 ഇൻറ്റു 3 9y = 3 ഇൻറ്റു 100 300. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഇനി അടുത്ത് എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ ഈ അടുത്ത ഇക്വേഷനെ രണ്ടാമത്തെ ഇക്വേഷനെ ഏതുകൊണ്ട് ഗുണിക്കണം? ഇതിൻ്റെ മുകളിലത്തെ കോഎഫിഷ്യൻ്റ് ഏതാണ് അതുകൊണ്ട് ഗുണിക്കണം. അതായത് 4 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 1 ഇൻറ്റു 4 2 ഇൻറ്റു 4 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 4 ഇൻറ്റു 3 12x പ്ലസ് 4 ഇൻറ്റു 2y 8y = 4 ഇൻറ്റു 71 284. അപ്പോൾ നമുക്കിവിടെ 2 ഇക്വേഷൻ കിട്ടി ഇല്ലേ. ഇതിനങ്ങോട്ടും അതിനിങ്ങോട്ടും നമുക്ക് ഗുണിച്ചപ്പോൾ 2 ഇക്വേഷൻ കിട്ടി. അതിൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഗുണിതങ്ങൾ സെയിം ആയി ഇപ്പം അല്ലേ. 12 12. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ 3 ഇത് 4ാമത്തെ ഇക്വേഷൻ. ഇത് നമുക്ക് എളുപ്പം ഒഴിവാക്കാമല്ലോ. ഒഴിവാക്കാം. എക്സിനെ നമുക്ക് ഒഴിവാക്കാം. എന്ത് ചെയ്യണം? ഒരേ ചിഹ്നമാണ്, അതുകൊണ്ട് മൈനസ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇക്വേഷൻ 3ൽ നിന്ന് ഇക്വേഷൻ 4നെ മൈനസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? ഇവിടെ 0 ആയിപ്പോയി. 9y മൈനസ് 8y എത്ര വരും? 1y = 300ൽ നിന്ന് 284 കുറച്ചാൽ 16. അപ്പോൾ നമുക്ക് വൈയുടെ വില കിട്ടി 16. ഇനി നമ്മൾ എന്ത് വേണം? ആദ്യത്തെ ഇക്വേഷനിൽ വൈയുടെ വില കൊടുക്കാം. 4x പ്ലസ് 3y = 100. 4x പ്ലസ് 3 ഇൻറ്റു y 16 = 100. 4x പ്ലസ് 3 ഇൻറ്റു 16 48 അല്ലേ. 48 = 100. 100 മൈനസ് 48 അല്ലേ. 48 = 52.
അപ്പോൾ നമുക്ക് 4x ഈസ് ഈക്വൽ ടു 52 കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വില എത്രയായിരിക്കും? എക്സ് ഈസ് ഈക്വൽ ടു 52/4 അല്ലേ, ഈക്വൽ ടു 13. അപ്പോൾ നമുക്കിവിടെ വൈയുടെ വില 16 കിട്ടി, എക്സിൻ്റെ വില 13 കിട്ടി. ഇനി നമ്മുടെ ഉത്തരത്തിലേക്കായോ? നമ്മൾ ആയിട്ടില്ല. എന്താണ് ഇത്? നമുക്ക് എക്സും വൈയും കിട്ടിയ എന്താണ്? ഈ വശത്തിൻ്റെ നീളമാണ് അല്ലേ, സ്ക്വയറിൻ്റെ നീളവും കിട്ടി. നമുക്ക് ഈ സമഭുജ ത്രികോണത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം വൈ അതും കിട്ടി. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അതാണോ ചോദിച്ചിട്ടുള്ളത്? അല്ല. എന്താണ് ചോദിച്ചിട്ടുള്ളത്? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇത് എങ്ങനെ കട്ട് ചെയ്യണമെന്നാണ് അല്ലേ, എങ്ങനെ കട്ട് ചെയ്യണമെന്നാണ്. അപ്പോൾ എങ്ങനെ കട്ട് ചെയ്യണം? ഈ പീസിൻ്റെ നീളം എത്രയായിരിക്കും? ഇവിടം തൊട്ട് ഇവിടം വരെ 4x ആണ്, ഇവിടം തൊട്ട് ഇവിടം വരെ 3y ആണ് അല്ലേ. അപ്പോൾ ലെങ്ത് ഓഫ് ഫസ്റ്റ് പീസ് ഈക്വൽ ടു 4x ആണ്. 4 ഇൻറ്റു എക്സ് എത്രയാണ്? 13 ഈക്വൽ ടു 52. അപ്പോൾ ആദ്യത്തെ പീസിൻ്റെ നീളം കിട്ടി 52. ഇനി രണ്ടാമത്തെ പീസോ? 100ൽ നിന്ന് 52 കുറച്ചോ അല്ലേ, 100ൽ നിന്ന് 52 കുറച്ചാൽ 48 കിട്ടും. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? 3y ആണ് ഈ പീസ് അല്ലേ, 3 ഇൻറ്റു 16. 3 ഇൻറ്റു 16 എത്രയാണ്? 48 തന്നെ അല്ലേ. അപ്പോൾ നമുക്ക് ഏത് രീതിയിലാണ് ചെയ്തോ. അപ്പോൾ ലെങ്ത് ഓഫ് സെക്കൻഡ് പീസ് ഒന്നുകിൽ എന്ത് ചെയ്യാം? 100ൽ നിന്ന് ഇത് കുറക്കാം അല്ലേ, 100 - 52 ഈക്വൽ ടു 48. അതല്ലെങ്കിൽ 3y അല്ലേ, 3 ഇൻറ്റു y എത്രയാണ്? 16. അപ്പോൾ നമുക്ക് 48. അപ്പോൾ നമുക്ക് ഈ കമ്പി എത്ര നീളത്തിൽ മുറിക്കണം? ആദ്യം 52 സെൻറ്റിമീറ്റർ നീളത്തിൽ മുറിച്ചു കഴിഞ്ഞാൽ ഒന്ന് 52 ആയി, അടുത്തത് 48 സെൻറ്റിമീറ്റർ. ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ഒരു സമചതുരവും ഒരു സമഭുജ ത്രികോണവും കിട്ടും. അപ്പം മൂന്നാമത്തെ ചോദ്യം. അപ്പോൾ ഇതാണ് ചോദ്യം. 4 years ago, Rahim's age was 3 times the age of Ramu. After 2 years, this would become 2 times. What are their ages now? അതായത് റഹീമിൻ്റെ 4 വർഷം മുമ്പ് റഹീമിൻ്റെ വയസ്സ് എത്രയായിരുന്നു? രാമുവിൻ്റെ വയസ്സിൻ്റെ 3 ഇരട്ടിയായിരുന്നു. ഇനി 2 വർഷം കഴിഞ്ഞാൽ അത് എത്ര ഇരട്ടിയാവും? 2 ഇരട്ടിയാവും. അങ്ങനെയാണെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ 2 പേരുടെ വയസ്സിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഒരാളുടെ വയസ്സ് എക്സ് ആണെന്ന് വിചാരിക്കാം, രണ്ടാമത്തെ ആളുടെ വയസ്സ് വൈ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് എഴുതാം റഹീംസ് ഏജ് നമുക്ക് എക്സ് ആണെന്ന് വിചാരിക്കാം. പിന്നെ രാമുവിൻ്റെ ഏജ് വൈ ആണെന്ന് വിചാരിക്കാം. നൗ ഇപ്പോൾ കേട്ടോ, ഇപ്പോഴത്തെ വയസ്സാണ് ഇതിരിക്കുന്നത്. റഹീമിന് എക്സും രാമുവിന് വൈയും. ഇനി നമ്മുടെ ചോദ്യം എന്താണ്? 4 വർഷം മുമ്പത്തെ കാര്യമാണ് പറഞ്ഞത് അല്ലേ. 4 വർഷം മുമ്പ് റഹീമിന്റെ പ്രായം. അപ്പൊ 4 വർഷം മുമ്പത്തെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ഇയാൾക്ക് ഇപ്പോൾ 20 വയസ്സുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ 4 വർഷം മുമ്പ് എത്ര ആയിരിക്കും അദ്ദേഹത്തിന്റെ വയസ്സ്? ഇപ്പൊ 20 വയസ്സുള്ള ഒരാൾക്ക് 4 വർഷം മുമ്പ് 20 - 4 അല്ലേ, 16 വയസ്സ് ആണല്ലോ. അതേപോലെ ഇപ്പൊ എക്സ് വയസ്സാണെങ്കിൽ 4 വർഷം മുമ്പ് അയാളുടെ വയസ്സ് എത്രയായിരിക്കും? എക്സിൽ നിന്ന് 4 മൈനസ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് 4 years ago 4 വർഷം മുമ്പത്തെ റഹീമിന്റെ വയസ്സ് എത്രയായിരിക്കും? ഇപ്പോൾ എക്സ് ആണെങ്കിൽ 4 വർഷം മുമ്പ് എക്സിൽ നിന്ന് ഇപ്പോഴത്തെ വയസ്സിൽ നിന്ന് 4 കുറയ്ക്കണം വേണ്ടേ. അപ്പോൾ രാമിന്റെ വയസ്സ് എത്രയായിരിക്കും? ഇപ്പോഴത്തെ വയസ്സ് വൈ ആണെങ്കിൽ വൈയിൽ നിന്ന് 4 കുറയ്ക്കണം. അപ്പോൾ 2 വർഷം കഴിയുമ്പോഴത്തെ ഇവരുടെ വയസ്സിന്റെ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 വർഷം കഴിഞ്ഞാൽ എന്തായിരിക്കും വയസ്സ്? ആഫ്റ്റർ 2 years 2 വർഷം കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വയസ്സ് എക്സ് ആണ്. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ വയസ്സ് എക്സ് ആണ്. 2 വർഷം കഴിയുമ്പോൾ എന്ത് വരും? 2 വയസ്സും കൂടിയും കൂടും അല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടെ എക്സിൻ്റെ കൂടെ 2ഉം കൂടിയും കൂടും. മനസ്സിലായല്ലോ. ഈ വൈയുടെ കൂടെ എന്ത് വരും? വൈയുടെ കൂടെയും 2 വയസ്സ് കൂടും. ഇതാണ് ഇവരുടെ വയസ്സിൻ്റെ അവസ്ഥ. ഇനി ഇവർ പറഞ്ഞിട്ടുള്ള കണക്ഷൻ നമുക്ക് ഇതിൽ കൊടുക്കാം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? 4 വർഷം മുമ്പ് ഈ റഹീമിൻ്റെ വയസ്സ് എത്രയായിരുന്നു? രാമുവിൻ്റെ വയസ്സിൻ്റെ 3 ഇരട്ടിയായിരുന്നു. 4 വർഷം മുമ്പ് റഹീമിൻ്റെ വയസ്സ് ഇവിടെ എത്രയാണ്? എക്സ് - 4 ആയിരുന്നു അല്ലേ. അപ്പോൾ എക്സ് - 4 ആണ് 4 വർഷം മുമ്പ് റഹീമിൻ്റെ വയസ്സ്. അത്
രാമുവിൻ്റെ വയസ്സിൻ്റെ 3 ഇരട്ടിയായിരുന്നു. അപ്പോൾ 4 വർഷം മുമ്പ് റഹീമിൻ്റെ വയസ്സ് ഇത്, അന്ന് രാമുവിൻ്റെ വയസ്സ് x-4 ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ 4 ഇരട്ടിയായിരുന്നു ഈ വയസ്സ്. അപ്പോൾ x-4 എന്ന് പറയുന്നത്, അതായത് റഹീമിൻ്റെ വയസ്സ്, ഇതാണ് രാമുവിൻ്റെ വയസ്സ് y-4, അതിൻ്റെ 3 ഇരട്ടിയായിരുന്നു അല്ലേ, 3 ഇരട്ടി. അപ്പോൾ 3 × y-4. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി, x-4 = 3 × y-4 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് x-4 = 3 × y 3y അല്ലേ, അങ്ങനെ നമുക്ക് ഗുണിക്കണം. അപ്പോൾ 3 × y 3y -3 × 4 12. അപ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പോൾ നമുക്ക് എക്സും വൈ ഒരു ഭാഗത്ത് കൊണ്ടുവരാം. ഇവിടെ എക്സ് ഓൾറെഡി ഉണ്ട്, എക്സ് ഈ ഇപ്പത്തുള്ള വൈനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഈ 3y ഇങ്ങോട്ട് വരുമ്പോൾ -3y ആയി. -12 അവിടെ ഉള്ളതാണ്. അപ്പോൾ -12. ഈ -4 അങ്ങോട്ട് പോകുമ്പോൾ +4. അപ്പോൾ -12 + 4 എത്രയാണ്? -8. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി, x - 3y = -8. ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ഇത് നമ്മുടെ 4 വർഷം മുമ്പത്തെ കാര്യം പറഞ്ഞതിൽ നിന്നാണ് ഈ ഇക്വേഷൻ നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് അടുത്ത 2 വർഷം കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. 2 വർഷം കഴിഞ്ഞാൽ ഈ റഹീമിൻ്റെ വയസ്സ് രാമുവിൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാകും അല്ലേ. അപ്പോൾ ഇതാണ് 2 വർഷം കഴിഞ്ഞാലുള്ള 2 പേരുടെയും വയസ്സ്. അപ്പോൾ അന്ന് റഹീമിൻ്റെ വയസ്സ്, അതായത് x+2, അതാണ് റഹീമിൻ്റെ വയസ്സ്, അത് എന്താകും? രാമുവിൻ്റെ വയസ്സിൻ്റെ, അന്നത്തെ രാമുവിൻ്റെ വയസ്സ് y+2 ആണ്, അതിൻ്റെ 2 ഇരട്ടിയാകും. 2 × y+2. അതായത് x+2 = 2 × y, 2y + 2 × 2 4. അപ്പോൾ നമുക്ക് എക്സിനെ വൈനെ ഒരു ഭാഗത്ത് കൊണ്ടുവരാം. എക്സ് ഈ 2y ഇങ്ങോട്ട് വരുമ്പോൾ -2y = ഇപ്പുറത്ത് 4 ഉണ്ട്, ഈ 2 അങ്ങോട്ട് കൊണ്ടുപോവുക -2. അപ്പോൾ x - 2y = 4 - 2 2 അല്ലേ, 2. അപ്പോൾ നമുക്ക് അടുത്ത ഇക്വേഷൻ കിട്ടി, x - 2y = 2. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. ഇത് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ, നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ അല്ലേ. ഇനി ഒന്നാമത്തെ ഇക്വേഷൻ്റെ അടിയിൽ എഴുതിക്കോ, x - 3y = -8. നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ അല്ലേ. 2ൻ്റെ കോഎഫിഷ്യൻറ്റ് സെയിം തന്നെയാണ്, അതുകൊണ്ട് നമുക്ക് ഇതിനെ കളയാം. എന്ത് ചെയ്യണം? ഒരേ ചിഹ്നമാണ്, അതുകൊണ്ട് കുറയ്ക്കുക അല്ലേ. അപ്പോൾ അത് മൈനസ് ചെയ്യാം. ഇക്വേഷൻ 2ൽ നിന്ന് ഇക്വേഷൻ 1നെ മൈനസ് ചെയ്യുന്നു. ഇനി നേരെ തിരിച്ച് ഇക്വേഷൻ 1 2 ഇട്ടിട്ട് 1ൽ നിന്ന് 2 കുറച്ചാലും കുഴപ്പമില്ല, 2ൽ നിന്ന് 1 കുറച്ചാലും കുഴപ്പമില്ല. ഏതായാലും നമുക്ക് x പോയി കിട്ടും. മനസ്സിലായല്ലോ. ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, അതിനൊരു വിരോധവും ഇല്ല. അപ്പോൾ എക്സിൽ നിന്ന് x പോയി കഴിഞ്ഞാൽ 0, -2y -3y, അതായത് -2y കുറയ്ക്കണം -3y. അപ്പോൾ എന്ത് വരും? -2y, 2 - 1 +3y. ബാക്കി എന്ത് വരും? അപ്പോൾ എത്ര വരും? 1y അല്ലേ, +y. അപ്പോൾ 1y = 2 -8, അതായത് 2 + 8 = 10. ഇവിടെ 10, ഇവിടെ y ആണ് വരാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? y = 10 എന്ന് കിട്ടി. രാമുവിൻ്റെ വയസ്സ് കിട്ടി 10. ഇനി നമുക്ക് ആരെ വയസ്സ് കണ്ടുപിടിക്കണം? റഹീമിൻ്റെ വയസ്സ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ആദ്യത്തെ ഇക്വേഷനിൽ നമുക്ക് ഈ വൈയുടെ വാല്യൂ കൂടി കൊടുക്കാം. x - 2y, ഇതിലേത് ഇക്വേഷനിൽ വേണമെങ്കിൽ കൊടുത്തോ. x - 2y = 2, x - 2 × വൈയുടെ വില 10 = 2, x - 20 = 2, x = 2, ഈ 20 അങ്ങോട്ട് പോകുമ്പോൾ +20 = 22. എക്സിൻ്റെ വില കിട്ടി, അതായത് റഹീമിൻ്റെ ഏജ് കിട്ടി 22 വയസ്സ്, y രാമുവിൻ്റെ ഏജ് കിട്ടി 10 വയസ്സ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ